എല്ലാവരും ഏതാണ്ട് എല്ലാ ആളുകളും തന്നെ സോഷ്യൽ മീഡിയയിൽ പെരുന്നാളിനെ സംബന്ധിക്കുന്ന ഈദ് പരസ്പരം വിഷ് ചെയ്യുന്ന തിരക്കിലാണ്. ഞാനങ്ങനെ വിഷ് ചെയ്യാറില്ല. ഒരുപാട് ആളുകൾ എനിക്ക് ഈദ് വിഷ് ചെയ്യാറുണ്ട്. പക്ഷേ ഞാനതിനെ ആ സെൻസിൽ തന്നെ എടുക്കാറുള്ളൂ. ബലി പെരുന്നാളിനെ സംബന്ധിച്ച് നമുക്കറിയേണ്ടുന്ന ഒരുപാട് വസ്തുതകളുണ്ട്. പലപ്പോഴായി ഞാനത് ഓർമ്മിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. എന്നാലും ഈ സാഹചര്യത്തിൽ ഓർമ്മപ്പെടുത്തലായിരിക്കും കുറച്ചും കൂടി ഭംഗി എന്ന് തോന്നുന്നു. നമ്മുടെ ജീവിതത്തിലൊക്കെ എമ്പാടും നമുക്ക് പ്രതിസന്ധികൾ ഉണ്ടാകാറുണ്ട്. ഒരുപക്ഷെ നമ്മൾ പറയും ആ സാഹചര്യങ്ങളിലൊക്കെ ഞാനായതുകൊണ്ടാണ് അത് പിടിച്ചു നിന്നതെന്ന്. ആരായാലും പിടിച്ചു നിൽക്കും, അല്ലാതെ പിന്നെ എന്ത് ചെയ്യാൻ? ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ ഉണ്ടാകുമ്പോൾ ചില ആളുകൾ ഒളിച്ചോടും ജീവിതത്തിൽ നിന്ന്. എത്ര നമ്മൾ ഒളിച്ച് എവിടെയൊക്കെ ഓടിപ്പോയാലും ശരി, ആ പ്രശ്നം പരിഹരിക്കാൻ ഒരു നാൾ അവിടെ തന്നെ വന്ന് നിൽക്കേണ്ടി വരും. മഹാനാണ് എന്ന് ഒരു വിഭാഗം വിശ്വാസികൾ വിശ്വസിക്കുന്ന, നെഞ്ചിലേറ്റുന്ന, ത്യാഗിയാണ് എന്ന് പരക്കെ പ്രചരിപ്പിക്കപ്പെടുന്ന ഇബ്രാഹിം നബി. ഇബ്രാഹിം നബിയുടെ ത്യാഗസ്മരണകളാണ് ബക്രീദ് അഥവാ ഈദുൽ അദ്ഹ, ബലി പെരുന്നാൾ എന്ന പേരിൽ നമ്മൾ ആഘോഷിക്കപ്പെടുന്നത്. നമ്മളല്ല, വിശ്വാസികൾ. എനിക്കൊരാഘോഷമില്ല. അദ്ദേഹത്തിന്റെ ഭാര്യയാണ് ഹാജറ ബീവി. മകൻ ഇസ്മായിൽ, ഇസ്ഹാഖ്, 2 മക്കൾ. ഇവരുടെ ത്യാഗോജ്വലമായ ദൈവത്തിനു വേണ്ടി പലതും, ജീവിതം, ജീവൻ, ഇതൊക്കെ സമർപ്പിച്ചതിൻ്റെ ചരിത്രം അനുസ്മരിപ്പിക്കുന്നതിനു വേണ്ടിയാണ് ആഹ്ലാദപൂർവം വിശ്വാസികളുടെ പ്രധാനപ്പെട്ട 2 ആഘോഷങ്ങളിൽ ഒന്നായ ബലി പെരുന്നാൾ ആഘോഷിക്കപ്പെടുന്നത്. ഒരു പക്ഷേ ത്യാഗം എന്ന് പറയുമ്പോൾ ആ ത്യാഗം എന്ന പദത്തിന്റെ അർത്ഥത്തോട് പോലും നീതി പുലർത്താത്ത ഒരു സമീപനമാണ് ഈ ആഘോഷങ്ങളിൽ, ഈ ബലി പെരുന്നാളിന്റെ സന്ദേശത്തിലൂടെ ഞാൻ കാണുന്നത്. സൗഹൃദങ്ങളുടെ പെരുമഴ തീർക്കാറുണ്ട് ചില ആളുകൾ. അതുപോലെ ബന്ധങ്ങളുടെ കണ്ണികൾ ഇഴയടുപ്പമുണ്ടാക്കാൻ, ഇതൊക്കെ ഈ ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മൾ പരക്കെ കാണുന്ന കാര്യങ്ങളാണ്. കൂടുമ്പോൾ ഇമ്പമുണ്ടാകണം എന്ന തരത്തിൽ പെരുന്നാളുകൾക്ക് പരസ്പരം കുടുംബാംഗങ്ങൾ വിഷ് ചെയ്യുന്നതും ഒരുമിച്ച് ഒത്തുകൂടുന്നതും ഇന്നത്തെ ഈ ഒരു ബഹുസ്വര സമൂഹത്തിൽ ജാതിയെന്നോ മതമെന്നോ വ്യത്യാസമില്ലാതെ എല്ലാ മനുഷ്യനും പരസ്പരം ഈ ഒരു ആഘോഷങ്ങളിൽ പങ്കെടുക്കുന്നത് നമ്മൾ കാണാറുണ്ട്. നല്ലത്. മനുഷ്യനെപ്പോഴും പങ്കുവെച്ച് തന്നെ ജീവിക്കണം. ശരിയാണ്, അതിനെയൊക്കെ നമ്മൾ അംഗീകരിക്കുന്നു. അതിനോടൊന്നും പ്രത്യേകിച്ച് ഒന്നും പറയാനുമില്ല. പക്ഷേ ഈ ത്യാഗത്തിന്റെ പേരും പറഞ്ഞ് കാണിച്ചു കൂട്ടുന്ന ഈ വിഷയങ്ങളെ ഒന്നും അംഗീകരിക്കാൻ എൻ്റെ മനസാക്ഷി എന്നെ അംഗീകരിക്കുന്നില്ല, അനുവദിക്കുന്നില്ല. ചിലപ്പോൾ നിങ്ങളുടെ മനസ്സിൻ്റെ അത്രയും വിശാലമായ ഒരു ചിന്താഗതിയൊന്നും എനിക്കില്ലാത്തത് കൊണ്ടായിരിക്കും. എൻ്റെ മനസ്സിന് അത്രയും വിശാലതയില്ലാത്തത് കൊണ്ട് എനിക്ക് ഒരു പക്ഷേ അങ്ങനെ ആയിരിക്കും എനിക്ക് ഫീൽ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇത് ത്യാഗത്തിൻ്റെയും അതുപോലെ പ്രവാചകന്റെ അർപ്പണബോധത്തിൻ്റെയും അള്ളാഹുവിനോടുള്ള അനുസരണയുടെയും ഒക്കെ ഭാഗമായി ഇതിനെ നിങ്ങൾ കാണുമ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കങ്ങനെ തോന്നുന്നില്ല. എനിക്ക് തോന്നാത്തതിന് പല കാരണങ്ങളും ഉണ്ടാകും. ചിലപ്പോൾ ഈ മതത്തെക്കുറിച്ചും മതത്തിൻ്റെ വിശ്വാസങ്ങളെക്കുറിച്ചുമൊക്കെ കൂടുതൽ മനസ്സിലാക്കിയിരിക്കുന്നത് കൊണ്ടായിരിക്കും. ഇതിലെ ഒരു വിരോധാഭാസം എന്താണ് എന്ന് നല്ലതുപോലെ ഉൾക്കൊണ്ടു എന്നുള്ളത് കൊണ്ടായിരിക്കും ചിലര് നമ്മൾ ശീലിച്ചു പാലിച്ചു പോന്ന ഓർമ്മ വെച്ച നാൾ മുതൽ ബലി പെരുന്നാൾ, പുതുവസ്ത്രം, സ്പെഷ്യലായിട്ടുള്ള ഭക്ഷണം, പിന്നെ അന്ന് ഇന്നത്തെ പോലെ മാംസമൊന്നും സുലഭമായി കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാകാത്തത് കൊണ്ട് അന്നത്തെ ദിവസം ഇറച്ചി ഉണ്ടാകും. അതിനൊക്കെ പ്രത്യേകമായി നമ്മൾ അതിനെ ഒരു മഹാകാര്യമായി കണ്ടിരുന്നു. പിന്നെ പ്രത്യേകിച്ച് അന്ന് കിട്ടുന്ന പുതുവസ്ത്രവും വീട്ടിൽ വരുന്ന ബന്ധുക്കൾ നൽകുന്ന ചില നമുക്ക് സമാനമായി നൽകുന്ന പണം, അവർ വരുമ്പോൾ കൊണ്ടുവരുന്ന മധുര പലഹാരങ്ങൾ, പഴങ്ങൾ, അവർ വരുന്നു എന്നത് പ്രമാണിച്ച് വീട്ടിലുണ്ടാക്കുന്ന പുതിയ ഭക്ഷണം, അതൊക്കെ ആയിരിക്കും. പക്ഷെ ഒരിക്കലും നമ്മൾ ഇതിൻ്റെ വിശ്വാസം അന്വേഷിച്ചു പോകാറില്ല.
അതിപ്പോ ഓണമാണെങ്കിലും പോകാറില്ല, ദീപാവലി ആണെങ്കിലും വിഷു ആണെങ്കിലും ക്രിസ്മസ് ആണെങ്കിലും. ഇതിന്റെ ഒന്നും അടിസ്ഥാനം എന്താണ് എന്ന് അന്വേഷിച്ചു പോയി നമ്മൾ ആരും വിശ്വസിക്കുന്നവരല്ല. ദൈവദൂതൻ എന്നറിയപ്പെടുന്ന ഇബ്രാഹിം, അദ്ദേഹത്തിന്റെ ഭാര്യയായ ഹാജറ, മകൻ, ഈ 3 പേരുമായി ബന്ധപ്പെട്ടതാണ് ബലിപെരുന്നാൾ. ഇതിനെ കുറച്ചുകൂടി ഇൻഗ്രീഡിയൻസ് ചേർക്കുന്നതിന് വേണ്ടി കുറച്ച് എരിവും പുളിവും ഒക്കെ ചേർക്കണമല്ലോ. അതിനു വേണ്ടിയിട്ട് ഇവര് ത്യാഗവും അള്ളാഹുവിനോടുള്ള അനുസരണയും വിശ്വാസവും അള്ളാഹുവിനോടുള്ള സൂക്ഷ്മതയും അർപ്പണബോധവും ത്യജിക്കാനുള്ള മനസ്ഥിതിയും ഇതൊക്കെ അങ്ങ് കൂട്ടി പറയുന്നു എന്നുള്ളതേ ഉള്ളൂ. ഇതുമായി ബന്ധപ്പെട്ടിട്ടാണ് ഹജ്ജ്. പ്രത്യേകിച്ച് മുഹമ്മദ് നബിയുടെ ജീവിതവുമായി ഇതിന് ഹജ്ജിൽ പ്രത്യേകിച്ച് കർമ്മങ്ങളൊന്നുമില്ല. അതിനകത്ത് മുഹമ്മദ് നബിയുമായി ബന്ധവുമില്ല. മരുഭൂമിയിൽ കിടന്ന് ദാഹിച്ച് കരയുന്ന ഒരു കുഞ്ഞ്. ഈ കുഞ്ഞിനെ ആരാണ് മരുഭൂമിയിൽ എത്തിച്ചത്? ഉണ്ടാക്കിയത് അന്ത തന്നെ, ഇബ്രാഹിം നബി തന്നെ. ഭാര്യയെയും മകനെയും എന്തിന്റെ പേരിലായാലും ശരി, ഒരു സൃഷ്ടാവ് കൽപ്പിക്കട്ടെ, അതല്ലെങ്കിൽ 2 ഭാര്യയുണ്ട്, ഒരു ഭാര്യയുടെ കുത്തിത്തിരിപ്പ്, എന്ത് തന്നെയായിരുന്നാലും ശരി, എന്തിന്റെ പേരിലായാലും ഈ മകനെയും കുഞ്ഞിനെയും മരുഭൂമിയിൽ കൊണ്ടുപോയി ഉപേക്ഷിക്കുന്ന ആ മനുഷ്യൻ പിന്നീട് കഴുത്തറുത്ത്, സ്വന്തം കഴുത്തറുത്ത് ബലി നൽകിയാലും ശരി, ഞാനതിനെ ത്യാഗമെന്ന് പറയില്ല. അവരെ ഉപേക്ഷിക്കുവാണ് വിശ്വാസം. ഇതാണ് ഞാൻ വിശ്വാസം പറയാം ആദ്യം, അത് കഴിഞ്ഞിട്ട് മതിയല്ലോ എന്റെ വിമർശനം. മരുഭൂമിയിൽ കിടന്ന് ദാഹിച്ച് കാലിട്ടടിക്കുന്നു കുഞ്ഞ്. വെള്ളത്തിനു വേണ്ടി ആ മാതാവ് 2 മലയിലൂടെയും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നു. സ്വഫ, മർവ, ഈ മലകൾക്കിടയിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി 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 ഓടി. അവിടെ വെള്ളം ഉണ്ടോന്ന് നോക്കും, ഇല്ല. ഇങ്ങോട്ട് നോക്കും, വെള്ളം ഇല്ല. കുന്തം പോയാൽ കുടത്തിലും തപ്പണം എന്നുള്ളത് പോലെ പോയി നോക്കിയതാണെങ്കിൽ ഇനി എങ്ങാനും വെള്ളം കണ്ടാലും സ്വാഭാവികം. ഇവരിങ്ങനെ ഓടി 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 തളരുവാണ്. ഹാജറ അന്ന് തന്റെ മകൻ ഒരിറ്റ് വെള്ളം കൊടുക്കാൻ വേണ്ടി ഓടിയ ഓട്ടം എന്നത്തെയും ഹജ്ജിന്റെ ഭാഗമായതിൽ എന്തെങ്കിലും കാര്യമുണ്ട് എന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ആദം നബിയെയും ഹവ്വയെയും സൃഷ്ടിച്ച സമയത്ത് 2 പേരും നഗ്നരായിരുന്നു. ആ നഗ്നത എങ്ങനെയാണ് എന്നറിയാൻ നമ്മൾ ഉടുതുണി ഉരിഞ്ഞിട്ടിട്ട് നടന്നാൽ മതിയോ? എനിക്കതിനോട് യോജിപ്പില്ല കേട്ടോ. ഞാൻ എന്റെ വിയോജിപ്പാണ് ആ വിഷയത്തിൽ പറഞ്ഞത്. അപ്പോ സഫാ മർവയ്ക്കിടയിലൂടെ ഈ സ്ത്രീ ഓടുന്ന ചില സംഭവങ്ങളുണ്ട് ഈ ഹജ്ജില്. ഇബ്രാഹിം നബി വളരെ വൃദ്ധനാണ്. ഹാജർ എന്ന് പറയുന്ന സ്ത്രീ അടിമയാണ്. അവർ കറുത്തവരാണ്. ഇസ്ലാം പറയുന്നതാണ്. ഇവരുടെ മകൻ ഇസ്മായിൽ ഇസ്ലാമിക നിയമപ്രകാരം കുഞ്ഞാണ്. ഈ മാനവ സമൂഹത്തിൽ എന്നും നമ്മുടെ പൊതുബോധം അനുസരിച്ച് ഒരു സ്ത്രീയെ എല്ലാ ദശയിലും സംരക്ഷിക്കേണ്ടവനായ ഒരു പുരുഷൻ, അത് പിതാവാകട്ടെ, ഭർത്താവാകട്ടെ, പുത്രനാകട്ടെ, സഹോദരനാകട്ടെ, ഈ നിലയിലെല്ലാം ഒരു സ്ത്രീയെ സംരക്ഷിക്കേണ്ടവൻ ഒരു മലയിൽ കൊണ്ടുപോയി ഉപേക്ഷിച്ചതിന്റെ പേരാണോ ത്യാഗം? ഇതൊക്കെ കേൾക്കുമ്പോ സ്വാഭാവികമായിട്ടും വിശ്വാസികൾക്ക് ദഹിക്കില്ല. അവര് പൂരത്തെറിയുമായി തെറി വരണം. കാരണം നമ്മുടെ അടിസ്ഥാന ലക്ഷ്യം എന്താണെന്ന് അറിയാമോ? ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഭോഗിക്കുക, ആർജിക്കുക, നിയന്ത്രിക്കുക, അധികാരപ്പെടുത്തുക. ഇതൊക്കെ പ്രവാചകൻ കാണിച്ചു തന്നതാണ്. അതുമുതൽ നമ്മുടെയൊക്കെ രക്തത്തിൽ അലിഞ്ഞു ചേർന്ന സ്വഭാവമാണ് അടക്കി ഭരിക്കുക. പക്ഷേ വർജിക്കലും ത്യജിക്കലും അനുവദിച്ചു കൊടുക്കലും വിട്ടുവീഴ്ച ചെയ്യുന്നതുമൊക്കെ നമ്മുടെ അജണ്ടയിലുള്ള വസ്തുതകളാണോ? ആർജിക്കാനുള്ള ശേഷിയില്ല, വർജിക്കാനുള്ള സന്നദ്ധതയുണ്ടോ? എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ. ഇസ്ലാം അങ്ങനെ ഒരു പാഠം പഠിപ്പിക്കുന്നുണ്ട് എന്ന്. ഭോഗമല്ല,
ത്യാഗമാണ് മനുഷ്യനെ മനുഷ്യനാക്കുന്നത് എന്ന പാഠം എനിക്ക് കിട്ടിയത് ഈ മതത്തിൽ നിന്നും പുറത്തു വന്നതിന് ശേഷമാണ്. ഇസ്ലാമിന്റെ അടിസ്ഥാനം ഭോഗമാണ്, അതല്ല എന്ന് ഞാൻ മനസ്സിലാക്കിയത് ഈ മതത്തിൽ നിന്നും വിഭിന്നമായി ചിന്തിക്കാൻ തുടങ്ങിയതിന് ശേഷമാണ് പറഞ്ഞത്. അതായത് ഭോഗവും ത്യാഗവും രണ്ട് തലങ്ങളിൽ നിൽക്കുന്ന വസ്തുതകളാണ്. ഒന്നെന്തായാലും മൂല്യം മാത്രമേ ഉള്ളൂ, മറ്റതിലെ മൂല്യമാണല്ലോ സകലമാന മുസ്ലിങ്ങളും കൊണ്ടു നടക്കുന്നത്. അത് മാത്രമാണ് മൂല്യമെന്ന് വിചാരിച്ചൊരു ഹമാസുകാരാകാൻ തുടങ്ങിയാൽ എന്ത് ചെയ്യും? അപ്പോ ഇതുമായി മുഹമ്മദ് നബിയെ ചേർത്ത് പറയുന്ന ആളുകൾ ദയവായിട്ടൊന്ന് മനസ്സിലാക്കുക, ഈ നിങ്ങൾ ആഘോഷിക്കുന്ന ബലിപെരുന്നാളുമായി പ്രത്യേകിച്ച് പങ്കൊന്നുമില്ല കേട്ടോ. മുഹമ്മദ് നബിക്ക് ഇതിനകത്ത് പ്രത്യേകിച്ച് പങ്കൊന്നുമില്ല എന്ന് മാത്രം തൽക്കാലം ഒന്ന് മനസ്സിലാക്കുക. അപ്പോൾ ബലിപെരുന്നാളാണ്. എന്തിന്റെ പേരിലാണ് ഈ ബലിപെരുന്നാൾ ആഘോഷിക്കുന്നത്? പാവപ്പെട്ട മൃഗങ്ങളെ പിടിച്ച് ബലിയറുക്കുന്നത് എന്തിന്റെ പേരിലാണ് എന്നാണ് ചോദ്യം. ഒന്ന് ചോദിക്കട്ടെ. ഇനി അള്ളാഹു പറയുവാണ് ഒരു കരടിയെ ബലി നൽകാൻ, അതല്ലെങ്കിൽ ഒരു സിംഹത്തെയോ ഒരു പുലിയെയോ ബലി നൽകാൻ പറഞ്ഞിരുന്നെങ്കിൽ നമ്മളിൽ എത്ര പേർ ആ ബലി നൽകാൻ തയ്യാറാകും? കൂട്ടമായിട്ട് തന്നെ മതി. എല്ലാവരും ഓരോ ഷെയർ വീതമിട്ട് പുലിയുടെയും സിംഹത്തിന്റെയും കരടിക്കും ഒക്കെ അങ്ങ് ബലി നൽകിക്കോ, കുഴപ്പമില്ല. ഈ കഴുത്ത് നീട്ടിത്തരുന്ന, എതിർക്കാൻ ശേഷിയില്ലാത്ത പാവം മൃഗങ്ങളെ പിടിച്ചറുത്തിട്ട് അതാണോ ത്യാഗം? നമ്മൾ ചെയ്ത തെറ്റിന് ഈ മൃഗങ്ങൾ എന്തു പഠിച്ചു? നമ്മുടെ പാപം പൊറുക്കുന്നതിനു വേണ്ടി ഒരു പാപവും ചെയ്യാത്ത ഈ മൃഗങ്ങളെ അറുത്തിട്ട് അതിനകത്തൊരു ആനന്ദം കണ്ടെത്തുക. അതിനകത്ത് എന്താ ത്യാഗം? അതിനകത്ത് ത്യാഗമില്ല. നമ്മൾ വളർത്തുന്ന മൃഗമാണെങ്കിലും മനുഷ്യനാണെങ്കിലും അതിനെ ഒഴിവാക്കുന്നത് ത്യാഗമെന്ന് പറയില്ല. അപ്പോ നിങ്ങള് ഒന്ന് അന്വേഷിക്കേണ്ടുന്ന കാര്യം ഇതാണ്. നമ്മളപ്പോ ഇതിന്റെ അടിസ്ഥാനത്തിലേക്ക് പോകണം. 114 അധ്യായങ്ങളുള്ള ഖുർആൻ 23 വർഷങ്ങളായി അള്ളാഹു ജിബ്രീൽ എന്ന മാലാഖ മുഖേന മുഹമ്മദ് നബിക്ക് വെളിപാട് നൽകിയിരിക്കുന്ന സന്ദേശം, മാനവമോചനത്തിന് സൃഷ്ടാവിന്റെ മഹത്തായ സന്ദേശമാണത്രേ ഇസ്ലാം. ആ ഇസ്ലാം പൂർത്തീകരിക്കേണ്ടത് അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ അംഗീകരിക്കുകയും അനുധാവനം ചെയ്യുകയും അത് തന്നാൽ കഴിയുന്ന വിധം പ്രചരിപ്പിക്കുകയും ചെയ്തതുകൊണ്ടാണ്. അത് ഓരോ വിശ്വാസിയുടെയും നിർബന്ധമായ ബാധ്യതയുമാണ്. അതില് ഏറ്റവും വലിയ അധ്യായം എന്ന് പറയുന്ന ഒരു അധ്യായമുണ്ട്, സൂറത്ത് ബഖറ. ഈ അൽ ബഖറയില് 286 വചനങ്ങളാണുള്ളത്. 2-ാം അധ്യായമാണ്. ഇതില് ഏറ്റവും ചെറുതും ഉണ്ട് കേട്ടോ, 108 അധ്യായമായ കൗസർ. അറബി ഭാഷയിലാണല്ലോ ഖുർആൻ ഇറങ്ങിയത്. അങ്ങനെ നോക്കുമ്പോ ഖുർആൻ എന്ന പദത്തിന്റെ അർത്ഥം തന്നെ എന്താണ്? വായിക്കുക. ഇഖ്റ, നീ വായിക്ക എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഖുർആൻ ഇറങ്ങുന്നത് തന്നെ. എന്ത് വായിക്കാൻ പറഞ്ഞിട്ട്? അതാ ഞാൻ പറഞ്ഞത്, ബേസ്ലെസ് ആണ് ഈ ആശയം. അതായത് ഹിറാ ഗുഹയില് ഒറ്റയ്ക്ക് പോയി ഇരിക്കണം എന്ന് തോന്നിയ മുഹമ്മദ് നബി, ഈ നബിയുടെ കഴുത്തിൽ വന്ന് പിടിക്കുന്നു ജിബ്രീല്, ഞാൻ മലക്കാണ് എന്ന് പറഞ്ഞിട്ട് വായിക്കടാ. മുഹമ്മദ് നബിക്ക് എന്ത് വായിക്കാൻ? എന്തെങ്കിലും കൊടുത്തിട്ടല്ലേ വായിക്കാൻ പറയാ? മാനബി കരീൻ, ഞാൻ വായിക്കുന്നവനല്ല, അല്ല അതിരി, എനിക്കറിയില്ല വായിക്കാൻ. പിന്നെയും പറയുന്നു വായിക്കാൻ, പിന്നെയും പറയുന്നു വായിക്കാൻ. കഴുത്തിൽ അങ്ങോട്ട് ഇറക്കിയപ്പോ അയാളും പറഞ്ഞു, ഈ ഖുറാ നീ അങ്ങ് വായിക്കൂ. ഇതാണ് ഖുർആൻ. മുഹമ്മദ് നബി ജീവിച്ചിരിക്കുന്ന സമയത്ത് 23 വർഷക്കാലത്തിനിടയിൽ അദ്ദേഹത്തിന്റെ മുമ്പിൽ വന്ന പ്രശ്നങ്ങൾ, അദ്ദേഹം അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ, അദ്ദേഹത്തിന്റെ അനുഭവ പരിജ്ഞാനങ്ങൾ,
അത് അദ്ദേഹം പരിഹരിച്ച രീതികൾ ഇതെല്ലാം ഇസ്ലാമിലുണ്ട്. ഇതെല്ലാം നമ്മൾ ഓരോരുത്തരും പിൻപറ്റേണ്ടുന്ന മാതൃകയുമാണ്. അങ്ങനെ മുഹമ്മദ് നബി അദ്ദേഹത്തിന് കിട്ടുന്ന ഈ വെളിപാടുകൾ, ഈ സന്ദേശങ്ങൾ ഉടനെ തന്നെ എന്തു ചെയ്യുന്നു? അനുചരന്മാർക്ക് പറഞ്ഞു കൊടുക്കുന്നു, അനുചരന്മാർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നു. അള്ളാഹു മലക്കിന് കൊടുക്കുന്നു, ഈ മലക്ക് നബിക്ക് കൊടുക്കുന്നു. അള്ളാഹു അദ്ദേഹത്തിന്റെ കൽപ്പനകൾ ജിബ്രീലിന് കൊടുക്കുന്നു. ജിബ്രീൽ അത് അങ്ങനെ തന്നെ കൊണ്ടുവന്ന് നബിക്ക് കൊടുക്കുന്നു. നബി അത് അനുചരന്മാർക്ക് കൊടുക്കുന്നു. ഈ ചെയിൻ നിങ്ങളൊന്ന് ഓർത്തു വെച്ചോ. ഇനി സിമ്പിൾ ആയിട്ട് നമുക്ക് മനസ്സിലാകുന്ന രൂപത്തിൽ ഒരു കാര്യം പറയാം. ഞാൻ പഠിച്ചോ, ഫിർഔനൊന്നും അല്ല കേട്ടോ, ഞാൻ പഠിച്ചോനാണെന്ന് പറയാൻ. സപ്പോസ് ഞാനിത് നിങ്ങളിൽ ഒരാൾക്ക് നൽകുന്നു. നിങ്ങൾ ആരായി? ജിബ്രീൽ. ജിബ്രീൽ വീട്ടിൽ ചെന്ന് ഭാര്യയോട് പറയുന്നു. ഭാര്യ ആരായി? നബി. ഈ ഭാര്യ ചെന്നു മക്കളോട് പറയുന്നു. മക്കൾ ആരായി? അനുചരന്മാർ. അങ്ങനെ തന്നെ എത്തുമോ? അങ്ങനെ തന്നെ എത്തുമോ? ഈ അള്ളാഹു പറഞ്ഞത് തന്നെ ആയിരിക്കുമോ നിങ്ങളുടെ ഭാര്യമാര് മക്കൾക്ക് പറഞ്ഞു കൊടുക്കുന്നത്? നിർബന്ധമൊന്നുമില്ലല്ലോ. എങ്ങും എഴുതി വെച്ച് വായിക്കുന്നതൊന്നുമല്ലല്ലോ. ഇതിനകത്ത് കുറെ കൂടുതൽ കേറ്റാം, കുറച്ചൊന്ന് പൊലിപ്പിക്കാം, കുറച്ചൊന്ന് നേർപ്പിക്കുകയും ചെയ്യാം. അങ്ങനെ ഒരാള് പറഞ്ഞു, അയാൾ കേട്ടു. അയാള് പറഞ്ഞു, ഇല്ല അയാൾ കേട്ടു. ഇല്ല അയാൾ കേട്ടു, ഇല്ല അയാൾ പറഞ്ഞു. ഇങ്ങനെ എത്തിയതല്ലേ. ഇനി ഇത് എഴുതുന്നതാരാ? അല്ലാഹു അല്ല, മലക്കല്ല, നബി അല്ല, നബിയിൽ നിന്നും കേട്ട അനുചരന്മാരുമല്ല. നിങ്ങൾക്ക് മനസ്സിലായോ വസ്തുത? ഈ 4 കൂട്ടരെയും വിട്ടിട്ട് ഈ 4 കൂട്ടരും മരിച്ച് 200 വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ വന്ന ബുഖാരിയെ പോലെയുള്ള ആളുകൾ നബി പറഞ്ഞു, അനുചരന്മാര് ചെയ്തു എന്ന രൂപത്തിൽ എഴുതി പിടിപ്പിക്കുന്നു. അതില് വിഷയത്തിലേക്ക് വരാം. എന്തിനായിരിക്കും ഈ പാവപ്പെട്ട ആടിനെ അറക്കുന്നതെന്ന് മനസ്സിലായില്ലേ? ഈ വാചകങ്ങളിൽ കുറച്ച് ആടൊന്ന് വായിച്ചു. അപ്പൊ വിചാരിച്ചു, ഇത് വേണ്ട, ആടത് തിന്നു. വീണ്ടും അടുത്തതെടുത്തു വായിച്ചു, ആട് തിന്നു. വീണ്ടും എടുത്ത് വായിച്ചു നോക്കി, ദുർനടപ്പുകാരെ കല്ലെറിഞ്ഞു കൊല്ലണം, ആയിഷയൊക്കെ കൊല്ലൂലേ, തിന്നു. 5 തവണ മുല കുടിച്ചാലേ ബന്ധം സ്ഥാപിതമാകൂ. ഇത് എന്ത് ബന്ധമാണിതെന്ന് ആടിന് തോന്നി. അങ്ങനെ ആട് അത് വന്ന് തിന്നു. മനുഷ്യന് തോന്നാത്തത് ആടിന് തോന്നിയല്ലോ. അങ്ങനെ ദുർനടപ്പുകാരെ കല്ലെറിയലും പ്രായപൂർത്തിയായ പുരുഷന് 10 തവണ മുല കുടിക്കുന്നതിൻ്റെയും പിന്നീട് അത് വെട്ടിച്ചുരുക്കി 5 ആക്കുന്നതിൻ്റെയും പിന്നീട് വിശപ്പ് തീരുന്നതുവരെ മുല കുടിക്കണമെന്നും ഒക്കെയുള്ള വചനങ്ങൾ ആട് തിന്നു. നബി മരിച്ചു കിടന്ന സമയത്ത് ആയിഷയുടെ കട്ടിലിനടിയിൽ വെച്ചു, ആയിഷയുടെ തലേണ അടിയിൽ വെച്ചു. ആട് ഓടി വന്നു, തലേണ പൊക്കി നോക്കി, സാധനം അവിടെ ഉണ്ട്, എടുത്തു, വായിച്ചു നോക്കി, ആട് തിന്നു. ഇത്രയും വിശ്വസിച്ച സ്ഥിതിക്ക് ഇതുകൂടി അങ്ങ് വിശ്വസിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. ഇത് ഞാൻ പറഞ്ഞതല്ല, ഇബ്നു മാജ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? 6 ഹദീസ് ഗ്രന്ഥങ്ങളിൽ ഒന്നാണ് ഇബ്നു മാജ. അതിന്റെ 3ാമത്തെ വോള്യം 9ാമത്തെ ബുക്ക് ഹദീസ് നമ്പർ 1944 അതിൽ മാത്രമേ ഉള്ളൂ. മുസ്ലിമിലുമുണ്ട്. 1453ാമത്തെ ഹദീസ്. ഇനിയും നസായിലുമുണ്ട് 3320ാമത്തെ ഹദീസ്. ബുഖാരിയും എഴുതിയത് 6829ാമത്തെ ഹദീസ്. 6 പ്രബലമായ ഹദീസ് ഗ്രന്ഥങ്ങളിൽ 4 എണ്ണത്തിലും ഇതുണ്ട്.